ഇതാണ് ഉമ്മയുടെ വീട്. ഇതായിരുന്നു മൊത്തം ഇടിഞ്ഞ്, മൊത്തം ഇത് കിച്ചണായിരുന്നു, മൊത്തം ഇടിഞ്ഞ് കിടക്കുക. കണ്ടോ ഉമ്മാടെ വീട് കിടക്കുന്ന കണ്ടോ, മൊത്തം ഇടിഞ്ഞു പോയി. എല്ലാ സാധനങ്ങളും ഇതിന്റെ അടിയിലാണ്. ഇടിഞ്ഞു പോയിട്ട് കുറച്ച് ദിവസമായി. പറ്റുന്നവര് ഈ ഉമ്മയെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഉമ്മയുടെ പേരെന്തുവാ? ഈ വീട് എന്തോ ചെയ്തേ? ഉമ്മ നോക്കാൻ ആരുമില്ല. മക്കളെ നൊന്ത് പ്രസവിച്ച് സ്വന്തം മക്കള് പോലും നോക്കുന്നില്ല. അപ്പൊ ഒരു വീടിന് വേണ്ടിയാണ്. എല്ലാ അമ്മമാർക്കും ഈ അവസ്ഥ തന്നെയാണ് വരുന്നത്. നിങ്ങളെ കൊണ്ട് പറ്റുന്നത്, അത് 1 രൂപ ആയാലും കുഴപ്പമില്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ഈ ഉമ്മയെ ഒന്ന് സഹായിക്കണം. നമ്മുടെ മുമ്പിൽ വന്നിങ്ങനെ ഈ പ്രായത്തിലും കൈ നീട്ടുന്നത്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ, ഈ വീട് വെക്കാൻ വേണ്ടി സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. ഉമ്മയുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. അപ്പൊ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നത് 1 രൂപ ആയാലും കുഴപ്പമില്ല, നിങ്ങൾ ദയവ് ചെയ്ത് സഹായിക്കണം. ഉമ്മ, എനിക്കൊരു ഉമ്മ തരുമോ? മാക്സിമം എല്ലാരും ഈ ഉമ്മയൊന്ന് സഹായിക്കണം. ഈ മഴയത്ത് ഇവർക്ക് കയറി കിടക്കാടം ഇല്ലാത്തൊരവസ്ഥയാണ്. പഞ്ചായത്തും രാഷ്ട്രീയക്കാരും എല്ലാം ഉള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കിയേ പറ്റത്തുള്ളൂ, ആരും സഹായിക്കത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ മഴയത്ത് ഈ ഇടിഞ്ഞു കെട്ടിയ വീടിന്റെ മുമ്പിൽ നിന്ന് നമ്മൾ പറയുവാണ്, സഹായിക്കണം. ഒരു കുടിലായാലും കുഴപ്പമില്ല ഈ അമ്മയ്ക്ക്, കാരണം ആ ഒരു അവസ്ഥയിലാണ്. പറ്റുന്നവര് സഹായിക്കുക. ഉമ്മയുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ആ നമ്പറിൽ മാക്സിമം പൈസ ഇട്ട് സഹായിക്കുക. ഇവർക്കൊരു വീടിന് വേണ്ടി സഹായിക്കുക. അതേപോലെ തന്നെ GPay നമ്പർ വെച്ചേക്കുന്നത് ആ ഉമ്മയുടെ ഒരു മോക്കടെയാണ്. ആ മോള് മാത്രമാണ് ഉമ്മയെ നോക്കുന്നത്. ആ മോക്കാണെങ്കിൽ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് സഹായിക്കുക. ഒരു വീട്, ഒരു കുടിലായാലും കുഴപ്പമില്ല, അവർക്ക് വീട് കിടക്കുന്ന അവസ്ഥ ഉണ്ടോ? ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചങ്ക് തകർന്നു പോകും. ആ ഉമ്മായിക്കാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഓർമ്മയില്ലാത്തൊരു അവസ്ഥ കണക്കാണ് പോകുന്നത്. ഇത് പാലക്കാട് ജില്ലയിലെ നെന്മാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ഒരു സംഭവം. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. അത്രയും പെട്ടെന്ന് സഹായിക്കുക. ആ ഒരു അവസ്ഥയിലാണ്.